അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്നൊരു സേമിയൻ ചിക്കനാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ഇലയില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ നമ്മുടെ ഉണക്കമുളക് ചതച്ചത് 1.5 ടീസ്പൂൺ, പാകത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് എടുത്തിട്ട് ഈ മൈദപ്പൊടിയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മുട്ടയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മുടെ സേമിയത്തിലിട്ടിട്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. സേമിയത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ചൂടായി വരുന്ന എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സേമിയ ചിക്കനൊക്കെ ഇവിടെ റെഡി കേട്ടോ. ഇതെന്താ സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയുള്ളൂ. ശരി, ബൈ.